ഫൗണ്ടർമാരായ പല ആളുകളെയും സ്നേഹോപകാരം നൽകി ആദരിക്കുകയാണ് ഈ വേദിയിൽ. ഏകദേശം 10-28 വർഷം മുമ്പ് രൂപീകരിച്ച ദാൽഹുദ ട്രസ്റ്റിൻ്റെ പഴയകാല നേതാക്കളിൽ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല, ഖബറിലാണ്. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷം നൽകുമാറാവട്ടെ. നമ്മുടെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായ കെയർ ഇസ്മായിൽ സാഹിബിന് സ്നേഹോപകാരം നൽകി ആദരിക്കുകയാണ്. ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നൽകുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ സാഹിബാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥിനിക്കുള്ള സമ്മാനം ദാൽഹുദ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ജീവനാടി ടി പി അബൂബക്കർ ഹാജി സാഹിബ് കൊടുക്കുന്നു. ക്യാഷ് അവാർഡ് ദാൽഹുദ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് മൂസ ഹാജി. നമ്മുടെ മദ്രസയുടെ ഫൗണ്ടറിൽ ഇന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്ത് നൽകുമാറാവട്ടെ. ഇനി 5ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതിയ കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം ചെയ്യുകയാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഫസ്റ്റ് ഹിബ ഫാത്തിമ, ഫർഹാന ഫാത്തിമ സെക്കൻഡ്. സമ്മാനം ഹൈദർ. ക്യാഷ് അവാർഡ് ടി പി അബൂബക്കർ ഹാജിക്കാരെ കൊടുത്ത ഫർഹാന. പൊതുപരീക്ഷയിൽ സെക്കൻഡ് പ്രൈസ് വാങ്ങിയ ഫർഹാനക്കുള്ള സർട്ടിഫിക്കറ്റ്. പ്രൈസ് അക്ബർ. നമ്മുടെ മിലാദിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നടത്തിയ വുമൻസ് കെയർ സെൻ്ററിൻ്റെ ചോദ്യോത്തര മത്സരം, ക്വിസ് മത്സരം. 15 ചോദ്യം ചോദിച്ച് 15 ക്വസ്റ്റ്യൻ ആൻസറിൽ 13 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയ സെറീന അഷ്റഫ്. ക്വിസ് മത്സരത്തിൽ ഫസ്റ്റ് സെറീന അഷ്റഫാണ്. അല്ലാഹു അക്ബർ. എല്ലാവരും ഒന്ന് ഓർക്കെ പറഞ്ഞേ. സെക്കൻഡ് പ്രൈസ് ലുബ്ന. ആ കുട്ടിയുമായി ബന്ധപ്പെട്ടൊരു ഖുർആൻ പാരായണ മത്സരം. ഞങ്ങൾ ഈ വർഷം പുതുതായി തുടങ്ങിയൊരു പദ്ധതിയാണ് ഖുർആൻ പാരായണ മത്സരം. അല്ലാഹു അക്ബർ. പറയ്, എല്ലാവരും പറയ്. ഖുർആൻ പാരായണ മത്സരം ഫസ്റ്റ് തജ്വീദ് പ്രകാരം ഖുർആൻ പാരായണം നടത്തിയ 18 സ്ത്രീകളിൽ ഫസ്റ്റ് നാദിയ നവാസ്, നമ്മുടെ മദ്രസയുടെ പൂർവ്വ വിദ്യാർത്ഥി, ട്രസ്റ്റിൻ്റെ സെക്രട്ടറി നാസർ ഖാൻ്റെ മകൻ്റെ ഭാര്യ, നവാസിൻ്റെ ഭാര്യ അല്ലേ, നാദിയല്ലേ, നാദിയ നവാസ്. ഇനി ആരെങ്കിലും ഭാര്യ പ്രൈസ് കൊടുക്കാൻ. അല്ലാഹു അക്ബർ. അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്ത് നൽകുമാറാവട്ടെ. ഖുർആൻ പാരായണ മത്സരത്തിൽ സെക്കൻഡ് പ്രൈസ് അമീന. നാസർ ഹാജി കൊടുക്കുന്നു. നമ്മുടെ മദ്രസയുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ സംയുക്ത മുസ്ലിം ജമാഅത്തിൻ്റെ കൂടി സെക്രട്ടറിയാണ് അല്ലേ. മെമ്മറി ടെസ്റ്റ് 15 സാധനങ്ങൾ വെച്ചിട്ട് നടത്തിയ മത്സരമാണ്. അതിൽ 15-ൽ 15 എഴുതിയ 3 സ്ത്രീകളുണ്ട്. 14 എഴുതിയ 4 സഹോദരിമാർ. അതിൽ 15-ൽ 15 എഴുതിയ സമീറ റഹ്മാൻ, നമ്മളെ സൈദാലിക്കാൻ്റെ പേരക്കുട്ടി. നമ്മുടെ മദ്രസ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വല്ലാതെ വിഷമിച്ചപ്പോൾ 4 ലക്ഷം രൂപ തന്നിട്ട് നമ്മളെ സഹായിച്ച സൈദാലിക്കാൻ്റെ പേരക്കുട്ടിയാണ്. സമീറ റഹ്മാനിക്കുള്ള മെമ്മറി ടെസ്റ്റിൽ 15-ൽ 15 മാർക്ക് വാങ്ങിയ സഹോദരിക്ക് അല്ലാഹു തആല സൈദാലിക്കാക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. സഫീറ 15-ൽ 15 മാർക്ക് വാങ്ങിയ സഫീറക്കുള്ള സമ്മാനം കൊടുക്കുന്നു. 15-ൽ 15 മാർക്ക് വാങ്ങിയ മുബീന നസീർ
മൂന്നാൾക്കും ഫസ്റ്റ് കൊടുക്കാൻ വേണ്ടി കുറച്ച് സാഹസപ്പെട്ടിരുന്നു. അൽഹംദുലില്ലാ. സെക്കൻഡ് റൈഹാനത്ത് നാസർ. റൈഹാനത്ത് നാസർ വുമൻസ് കെയർ സെൻ്ററിൻ്റെ പ്രസിഡന്റും കൂടിയാണ്. 15-ൽ 14 മാർക്ക് വാങ്ങിയ മെഹർബാൻ ഫാറൂഖ്. അറബി കൈയെഴുത്ത് മത്സരം ഫസ്റ്റ് സിറാജുന്നിസ അർഷാദ്. സെക്കൻഡ് ഷഫീന TP വുമൻസ് കെയർ സെൻ്ററിൻ്റെ ദാറുൽഹുദ വുമൻസ് കെയർ സെൻ്ററിൻ്റെ പരീക്ഷ നടത്തിയ ആ പരീക്ഷയിൽ പങ്കെടുത്ത സഹോദരിമാർക്കുള്ള സമ്മാനങ്ങളാണ്. പേര് പറയുന്ന കുട്ടികൾ വരണം. സഹോദരിമാർ, ഉമ്മമാർ: റാഷിദ, റിയാസ്, റസ്ന, നാദിറ, റുക്സാന, സന. സനൻ്റെ വായിക്കോ. സന. പരീക്ഷയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഏറ്റവും നല്ല സമ്മാനം. സന. അടുത്ത് റുക്സാനിൻ്റെ മോള് വാ. മോൾ നാദിറ. റുക്സാന, നാദിറ, റുക്സാന. എൻ്റെ ഉമ്മാൻ്റെ പേര് റുക്സാന. റാഷിദ. റാഷിദ. كان في عطفه لليتامى دفاع مصطفى منبع للصفا. CP ഇബ്രാഹിം സാഹിബിനെ ക്ഷണിക്കുന്നു. വുമൻസ് കെയർ സെൻ്ററിൻ്റെ ഒരു ക്യാഷ് അവാർഡ് ഉസ്താദുമാർക്കുണ്ട്. ആ ഉത്തരവാദിത്തപ്പെട്ടവർ പെട്ടെന്ന് ഏൽപ്പിക്കുക. വുമൻസ് കെയർ സെൻ്റർ ഉസ്താദുമാർക്ക് ഒരു ക്യാഷ് അവാർഡ് പെട്ടെന്ന് ഏൽപ്പിക്കുക. കുഞ്ഞു മുഹമ്മദ് ഉസ്താദിന് വുമൻസ് കെയർ സെൻ്റർ കൊടുക്കുന്നു. ഫൈസൽ, ഹാഫിൽ ഫൈസൽ ഉസ്താദ്. ദാറുൽഹുദ വുമൻസ് കെയറിൻ്റെ സത്താർ ഉസ്താദിന് കൊടുക്കുന്ന മൊമെൻറ്റോ അത് കൊടുക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട അസൈർ ഉസ്താദിനെ ആദരവ് ക്ഷണിക്കുന്നു. ഇനി കഴിഞ്ഞ വർഷം നടന്ന 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പരീക്ഷയിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള പ്രൈസ്. കഴിഞ്ഞ വർഷം 1-ാം ക്ലാസ്സിൽ പഠിച്ച ഇഫത്ത് അമാൻ, നമ്മുടെ ബദരിയ ട്രസ്റ്റ് ചെയർമാൻ ഷംസുദ്ദീൻ സാഹിബ്. അമാൻ കഴിഞ്ഞ വർഷം 1-ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ. 2-ാം ക്ലാസ് കഴിഞ്ഞ വർഷം 2-ാം ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ അയാൻ മുഹമ്മദ്. പേരില്ലേ? ഓരോ കുട്ടികളും പ്രൈസിന് പേരുണ്ടാവും. 4-ാം ക്ലാസ് മിസ്രിയ. മുഹമ്മദ്. മിസ്രിയ ഐമൻ. വേഗം വാ. 4-ാം ക്ലാസ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ മിസ്രിയ. സെക്കൻഡ് ഐമൻ. 8-ാം ക്ലാസ്സിൽ ആയിഷ യൂനുസ്. ആയിഷ ഫസ്റ്റ്, യൂനുസ് സെക്കൻഡ്. യൂനുസ്. 9-ാം ക്ലാസ് സുഫിയാൻ അർമാൻ. സുഫിയാൻ അർമാൻ. 6-ാം ക്ലാസ്സിൽ മുഹമ്മദ് റാസി. മുഹമ്മദ് റാസി 6-ാം ക്ലാസ്. കഴിഞ്ഞ പ്രാവശ്യം 6-ാം ക്ലാസ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ റാസി. അഫ്രാസ്. ഇനി
സംസാരിക്കല. ആ ആ ഇനി കഴിഞ്ഞ വർഷം റമദാന് മുമ്പ് കുട്ടികളോട് പറഞ്ഞ അതാരാ? സുഫിയാൻ. ആ കഴിഞ്ഞ വർഷം 30 നോമ്പ് നോക്കുകയും ആ 30 നോമ്പ് നോക്കുകയും 30 തറാവീഹ് നിസ്കരിക്കുകയും ഖുർആൻ പരിപൂർണമായി ഓതുകയും ചെയ്ത കുട്ടികൾക്കുള്ള പ്രൈസ്. 1 മുഹമ്മദ് റാസി, 2 ഫർഹാന, 3 മുഹമ്മദ്. കഴിഞ്ഞ പ്രാവശ്യം 30 നോമ്പ് നോറ്റു, 30 പ്രാവശ്യം വിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായി ഓതി, തറാവീഹ് മുഴുവനും. മുഹമ്മദ് 2ാം ക്ലാസ്സിലെ കുട്ടിയാണ്. പക്ഷേ ഖുർആൻ പാരായണം കഴിഞ്ഞില്ലെങ്കിലും 30 ദിവസം പള്ളിയിൽ പോവുകയും നമ്മളോട് പള്ളിയിൽ പോയി നിസ്കരിക്കുകയും 30 നോമ്പ് നോറ്റ കുഞ്ഞുമോനാണ്. അല്ലാഹു തആല അല്ല ആലിമും ഹാഫിളുമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാ മക്കളെയും സാലിഹ്യങ്ങളിൽ പെടുത്തുമാറാവട്ടെ. നമ്മുടെ മദ്രസയിൽ 209 ദിവസത്തിൽ 209 ദിവസത്തിൽ 187 ദിവസം മദ്രസയിൽ വന്ന 2 കുട്ടികളും 184 ദിവസം വന്ന 1 കുട്ടിക്കുമുള്ള സമ്മാനമാണ്. അഫ്സർ, അഫ്വാൻ, അൻസർ. മൂന്നാള് ഒരു വീട്ടിലെ 3 മക്കളെയാണ്. അവർക്കാണ് രക്ഷിതാക്കൾ അഭിനന്ദിക്കണം. 187 മാർക്ക് വാങ്ങിയ അതിന് മാറിയാൻ സാറല്ലോ, ഒറ്റപ്പേർക്കല്ല സാറല്ലോ. ഇനി കഴിഞ്ഞ പ്രാവശ്യം 10ാം ക്ലാസ്സിൽ മദ്രസയിൽ അയച്ച ആ രക്ഷിതാവിനുള്ള സമ്മാനമാണ് നൗഷാദ്. പത്താം ക്ലാസ്സിൽ മദ്രസയിൽ അയച്ച സമ്മാനം എനിക്കല്ല, ഇത് എൻ്റെ ഉമ്മാക്കുള്ളതാണ്. ഉമ്മ നൗഷാദിന്റെ പേര് പറഞ്ഞു, എൻ്റെ ഉമ്മാന്റെ പേര് ഷബാന. മോളെ 10ാം ക്ലാസ്സിൽ അയക്കാൻ നല്ല മനസ്സ് കൊടുത്ത രക്ഷിതാക്കൾക്ക് അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. ഈ വർഷം 2 കുട്ടികൾ 10ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. ഇതിലും വലിയ സമ്മാനം അടുത്ത കൊല്ലം കൊടുക്കാൻ നമുക്കെല്ലാവർക്കും വാങ്ങിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മനസ്സറിനെ സഹായിച്ചവർക്കുള്ള ഒരു ആദരവാണിത്. അതുകൊണ്ട് അനസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അള്ളാഹുവിന് മഹ്ഫിറത്ത് നൽകണേ റഹ്മാനെ. നാളെ ബാബുല വന്ന് ഇൻഷാ അല്ലാഹ് സൈദാലിഖാൻ്റെ സ്മരണകൾ അയവിറക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയെ തന്നെ ക്ഷണിക്കുകയാണ്. KC മുസ്തഫ, ദാറുദ ട്രസ്റ്റിൻ്റെ ട്രഷറർ. ഒരു കാലത്ത് ദാറുദ ട്രസ്റ്റിൻ്റെ ട്രഷറായിട്ട് ഒരുപാട് കാലം നിന്ന ആളാണ് KC മുസ്തഫ. നാട്ടിലാണ്, അദ്ദേഹത്തിന് കൊടുക്കുക. യാസിർ വേബ വന്നിട്ടില്ല. നമ്മുടെ ദാറുദ ട്രസ്റ്റിൻ്റെ ഒരുപാട് കാലം ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റായ വി മുഹമ്മദ് ഹാജി സാഹിബ് നമുക്കൊരുപാട് നിർദ്ദേശങ്ങളും ആവേശം നൽകിയ ഒരാളാണ് നമ്മളെ മുഹമ്മദ് ഹാജി. അത് അക്ബറിൻ്റെ ഉപ്പ. നമ്മുടെ എല്ലാ രംഗത്തും പറഞ്ഞാൽ വാക്കുകളില്ല. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമില്ല. അള്ളാഹുവെ, പരലോക ജീവിതം നീ സന്തോഷം നൽകണേ റഹ്മാനെ. അക്ബർ തന്നെ അത് വാങ്ങിക്കുന്നു. നമ്മുടെ ട്രസ്റ്റിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി പി അബ്ദുൽ നാസർ സാഹിബിന് സ്നേഹോപചാരം നൽകുന്നു. നമ്മുടെ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് മൂസ ഹാജിക്ക. CKC ഗാർഡനിലെ മുഹമ്മദ് അലി, ആ കുടുംബം മുഴുവനും
PK മുഹമ്മദ് അലി ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. അള്ളാഹുവെ ഖബർ ജീവിതം സന്തോഷം നൽകണേ റഹ്മാനെ. ആ കുടുംബം നമ്മുടെ മദ്രസയുമായി അഭേദ്യമായ ബന്ധമാണ്. മദ്രസയ്ക്ക് വേണ്ടി താങ്ങും തണലുമാണ്. ആ മക്കളും മക്കളും ആ മുഹമ്മദ് അലിയുടെ സ്മരണകൾ അയവരക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ള ആദരവ് വാങ്ങാൻ വേണ്ടി ഹൈദറിനെ ഹൈദറല്ല ഫാറൂഖ് എവിടെ? ഫാറൂഖ് സുഫിയാനോ? വേമ്പ ആ നമ്മുടെ മദ്രസയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും ഈ മദ്രസയുടെ എല്ലാ രംഗത്തും മുൻപന്തിയിലുള്ള നമ്മുടെ ട്രസ്റ്റിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റുമായ മൂസ ഹാജിക്കാക്ക് ദാറുൽ ഹുദ ട്രസ്റ്റ് നൽകുന്ന സ്നേഹോപഹാരം VV മുഹമ്മദ് ഹാജി സ്വപ്ന സ്റ്റോർ, നമ്മളൊക്കെ പറയുന്ന മഹമൂദ് ക, നമ്മുടെ ട്രസ്റ്റിൻ്റെ ദീർഘകാലം ആവേശമായിരുന്നു മഹമൂദ് ക. അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സന്തോഷം നൽകുമാറാവട്ടെ. മോനെ ഇസാൻ വാ. ഇസാൻ മുസ്ലിനെ വന്നിട്ടില്ലേ? ആ ഇസാൻ ഉണ്ടല്ലേ. മഹമൂദ് ക നമ്മുടെ പ്രസ്ഥാനത്തിന് താങ്ങും തണലുമായിരുന്നു. അള്ളാഹുവെ ഖബർ ജീവിതം നീ സന്തോഷം നൽകണേ റഹ്മാനെ. ഒന്ന് ആമീൻ പറയടോ. ഖബർ ജീവിതം സന്തോഷം നൽകണേ റഹ്മാനെ. മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും നീ മഹ്ഫറത്ത് നൽകണേ അല്ലാ. മഹമൂദ് ഖാൻ്റെ മകളുടെ കുട്ടി അക്ബർ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഓഫീസ് സെക്രട്ടറി അക്ബറിന് KV നമ്മളെ മദ്രസയിലെ ആദ്യ സ്റ്റുഡൻ്റ് ഇവർ രണ്ടാളും. ആര്? അക്ബറും ഹൈദറും. ഫസ്റ്റ് സ്റ്റുഡൻറ്റ്. ഫിയത്തും ആരോഗ്യം നൽകണേ റഹ്മാനെ. നാസർ ഖാനെ ഏൽപ്പിച്ചത് ഉണ്ട്. KV ഖാദർ ഹാജി ഖാൻ്റെ ബിൽഡിങ്ങിലാണ് നമ്മൾ മദ്രസ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുകയാണ്. അള്ളാഹു ഇനി മഹ്ഫറത്ത് നൽകണേ അള്ളാഹ്. നമ്മുടെ മദ്രസയിൽ മിലാദ് വന്നാലും സ്വലാത്ത് മജ്ലിസ് വന്നാലും എല്ലാ കാര്യത്തിലും ഓടി ചാടി നമ്മുടെ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഉത്സാഹിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജിക്ക് ഇന്ന് ഖബറിലാണ്. അള്ളാഹുവെ ഖബർ ജീവിതം നീ സന്തോഷം നൽകണേ അള്ളാഹ്. ഖബർ ജീവിതം സന്തോഷം നൽകണേ അള്ളാഹ്. MR അബ്ദുള്ള മദ്രസയുടെ തുടക്കത്തിലുള്ള ഒരാളാണ്. പട്ടേൽ മുഹമ്മദ് ഹാജി, അള്ളാഹുവെ ഖബർ ജീവിതം സന്തോഷം നൽകണേ റഹ്മാനെ. വളരെ രസകരമായി നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ തമാശയിലൂടെ കാര്യമുണർത്തുന്ന പട്ടേൽ മുഹമ്മദ് ഹാജി, അള്ളാഹുവിനെ മഹ്ഫറത്ത് നൽകണേ അള്ളാഹ്. അത് TP അബൂബക്കർ ഹാജി സാഹിബിനെ ഏൽപ്പിക്കുക. നമ്മുടെ ഈ മദ്രസയുടെ എല്ലാമായ അബൂബക്കർ ഹാജി നാട്ടിലായാലും ഗൾഫിലായാലും ഒരു ദിവസം 10-15 പ്രാവശ്യം ഫോൺ വിളിക്കും. മദ്രസ എന്തായി. ഇവൻ്റെ ജീവനാടിയാണ് TP അബൂബക്കർ ഹാജി സാഹിബ്. അദ്ദേഹത്തിന് സ്നേഹോപഹാരം നൽകുന്നു. അടുത്ത് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതൽ ഇതുവരെ നമ്മളോട് എല്ലാ സമയത്തും 24 മണിക്കൂറും ഞാൻ എന്ത് വിളിച്ചു പറഞ്ഞാലും അതിന് നോ പറയാത്ത ഒരു മുഷിപ്പില്ലാത്ത നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സു ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിനുള്ള ഒരു സ്നേഹോപഹാരം. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പരിപാടിയുമായി സഹകരിച്ച് നമ്മളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. 10,000-ഉം 15,000-ഉം 16,000 രൂപയും തന്നവരുണ്ട്, 1000 തന്നവരുണ്ട്, 500 തന്നവരുണ്ട്. അതിൻ്റെ ഒരു കൂട്ടായ്മ മനസ്സിലാക്കേണ്ടത്. കഴിവുള്ള പോലെ സഹായിച്ച ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരു 3 സ്വലാത്ത് ചെല്ലുക, ഉറക്കെ ചെല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.